എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് റവ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ല സിമ്പിളായിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പി നോക്കാം. ഈ ഒരു സ്നാക്ക് എന്ന് പറയുന്നത് കുഞ്ഞു മക്കൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണ്. അതുപോലെ തന്നെ വലിയവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണ്. ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. നമ്മളിതിൽ പഞ്ചസാര ഒന്നും യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ അധികം താമസിയാതെ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം. ഈ ഒരു സ്നാക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ 1 കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത്. 1 കപ്പ് എന്ന് പറയുമ്പോൾ ഇത് 100 ml ഒരു കപ്പാണ്. അതായത് ഏകദേശം ഒരു 1/4 കപ്പ് വരും 240 ml കപ്പ് എടുക്കുകയാണെങ്കിൽ. ഈ റവ ഇനി ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇത് ഓൾറെഡി വറുത്ത റവയാണ് എങ്കിൽ കൂടി നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ റവയിൽ നിന്ന് നല്ലൊരു മണമൊക്കെ വരും. അപ്പോൾ ഒരു പകുതി റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്തിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്യുകയാണ്. നന്നായിട്ട് തന്നെ ഇത് റോസ്റ്റ് ചെയ്തെടുക്കുക. ഇതിപ്പോൾ നന്നായിട്ട് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് 2 കപ്പ് പാലാണ്. അതായത് 1 കപ്പ് റവയ്ക്ക് 2 കപ്പ് പാലെടുക്കണം. അപ്പോൾ ആദ്യത്തെ കപ്പ് ഞാനിപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ മധുരം ചേർത്ത് കൊടുക്കുന്നുണ്ട്. മധുരത്തിന് പകരം ഞാനിവിടെ ശർക്കരയാണ് എടുത്തിട്ടുള്ളത്, പഞ്ചസാരയ്ക്ക് പകരം. അപ്പോൾ പഞ്ചസാര വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചേർക്കാം. കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ ശർക്കര ചേർത്തിട്ട് കൊടുക്കുന്നതാണ് ഒന്നുകൂടെ നല്ലത്. അപ്പോൾ ഇതിപ്പോൾ നല്ല കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി 1 കപ്പ് പാലും കൂടി ചേർത്ത് കൊടുക്കണം. അതിന് മുൻപായിട്ട് ഞാനിവിടെ കുറച്ച് ചീകിയ ശർക്കരയാണിത്. അത് നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഈ ശർക്കരയ്ക്കകത്ത് അഴുക്കൊന്നും ഇല്ലാത്ത ശർക്കരയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് അറിയാമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ അഴുക്കുള്ള ശർക്കരയാണെങ്കിൽ ഉരുക്കിയിട്ട് അരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ബാക്കിയുള്ള 1 കപ്പ് പാലും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് 1 കപ്പ് പാലിന് 1/2 കപ്പ് റവ, അങ്ങനെയാണ്. അതായത് റവയുടെ ഇരട്ടി പാലെടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് തവി വെച്ചിട്ട് കട്ടകളെല്ലാം ഒന്ന് ഉടച്ചെടുക്കുക. അപ്പോൾ ഇപ്പോൾ നമ്മൾ മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി നമുക്കിതൊന്ന് യോജിപ്പിച്ചെടുക്കാം. നന്നായിട്ട് തന്നെ യോജിപ്പിച്ചെടുക്കുക. തീയിൽ നമ്മൾ മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇടാനായിട്ട് ശ്രദ്ധിക്കുക. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നന്നായിട്ട് കട്ടിയായിട്ട് വരും. അപ്പോൾ തീ കൂട്ടിയിട്ടിട്ട് ഇതുപോലെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ കട്ടകളൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്കിനി തീ ഓഫ് ചെയ്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. നമ്മൾ ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന റവയും ശർക്കരയും പാലും കൂടെയുള്ള കൂട്ട് നമ്മളൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു നുള്ളു ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഇങ്ങനെ തന്നെ കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിന് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതുകൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്കൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു ഏലക്ക ഒന്ന് ക്രഷ് ചെയ്തതാണ്, അതുകൂടി ചേർത്ത് കൊടുത്തു. ഇനി ഇത് കൈവച്ചിട്ട് തന്നെ ചെറിയ ചൂടോടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ചൂടോടെ മിക്സ് ചെയ്തെടുക്കുകയാണെങ്കിൽ എല്ലാം നന്നായിട്ടൊന്ന് മിക്സായി കിട്ടും. അപ്പോൾ എല്ലാം നന്നായിട്ട് മിക്സായി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. കപ്പലണ്ടിയോ അല്ലെങ്കിൽ കാഷ്നട്ടോ മുന്തിരിങ്ങ ഒക്കെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ കൂട്ടുവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പുകളിലാക്കി കുട്ടികൾക്ക് സെർവ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ഒരു റൗണ്ട് ഷേപ്പിലാണ് ആക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ സിലിണ്ടറിക്കൽ ഷേപ്പ് ആക്കാം. അങ്ങനെ ഇഷ്ടമുള്ള ഷേപ്പുകളിൽ ഇതാക്കി എടുക്കാവുന്നതാണ്. കുട്ടികൾക്കിത് ഒരു ബ്രേക്ക്ഫാസ്റ്റായിട്ട് നമുക്ക് സെർവ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാം ഇതുപോലെ ഉരുട്ടിയെടുക്കുക. ഇത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോക്കനട്ട്, അതായത് ഡെസിക്കേറ്റഡ് കോക്കനട്ടിൽ ഒന്ന് റോൾ ചെയ്തും എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ എല്ലാം ഉരുട്ടിയെടുക്കുക. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. ഇതിൽ നമ്മൾ അധികം ഫ്രൈയിങ്ങോ അങ്ങനെയൊന്നും ഇല്ല. ഹെൽത്തി ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് എല്ലാം ചേർത്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും കുഞ്ഞു മക്കൾക്കും അതുപോലെ തന്നെ വലിയവർക്കും കഴിക്കാൻ പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. അപ്പോൾ ഈ ഒരു സ്നാക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. പുതിയതായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം റൈറ്റ് സൈഡിലായിട്ട് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. പുതിയൊരു റെസിപ്പിയായിട്ട് വീണ്ടും വരുന്നതാണ്.